ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ വെച്ചാൽ ഒരു 6 മാസം മുമ്പ് കഴിഞ്ഞതാണ് കേട്ടോ. അതായത് എൻ്റെ ചേച്ചീൻ്റെ മോനുണ്ട്, ചെറിയ കുട്ടിയാണ്. അപ്പോൾ അവന് 6 മാസം ആയപ്പം ചോറ് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. മുത്തപ്പനാവിലാണ് പോയത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് അതാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ചെറിയ തിരക്കുകളും കാരണങ്ങളൊക്കെ, ജോലി തിരക്ക് കാരണം എനിക്കിത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ലേറ്റ് ആയത് കേട്ടോ. നമ്മളെന്തായാലും കൂടുതൽ വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം മോൻ കുറച്ചൊരു വലുതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 11 മന്ത് ആയിട്ടുണ്ട്. സോ ഇത് കുറച്ച് പഴയ വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ പോയപ്പം നല്ല തിരക്കായിരുന്നു. മുത്തപ്പൻകാവിൽ പോയപ്പോൾ നല്ല തിരക്കായിരുന്നു. മുത്തപ്പൻകാവിൽ പോയതായിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും. നമുക്ക് എന്താ വെച്ചാൽ ഈ ഒരു സെൻറ്ററിലാണ് വരിക കേട്ടോ. ഇവിടെയാണ് നമ്മൾ കയറുന്ന ഭാഗം. ഇതാണ്, ഇവിടേക്കാണ് നമുക്ക് ഈ ഒരു സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഇവിടെ ഫുള്ള് കടകളാണ് കേട്ടോ. നല്ല കടകളാണ് ഉള്ളത്. നമുക്ക് ഇവിടെ കളിപ്പാട്ടങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ വാങ്ങാനുള്ള ഒരു സ്ഥലമാണ്. അപ്പം നമ്മളെന്തായാലും ഉള്ളോട്ട് കയറിയിട്ടുണ്ട്. ഇതാണ് പറശ്ശിനി മഴപ്പുഴ ശ്രീ മുത്തപ്പൻ ഇവിടെ കാണാൻ പറ്റും. ഇതാണ് എൻട്രി. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ പോകാത്തവർക്ക് വേണ്ടി പറയാറ് കേട്ടോ. റൈറ്റ് സൈഡിൽ കാണുന്ന ഇവിടെ നമുക്ക് കടല, അതുപോലെ തന്നെ ചായ, അതാണ് നമുക്ക് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള കാര്യം കേട്ടോ. അത് കിട്ടുന്ന സ്ഥലമാണ് ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണുന്നത്. അപ്പോൾ നമ്മൾ പോയപ്പോൾ വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു. കാരണം അന്ന് ചോറ് കൊടുക്കുന്ന ആ ഒരു സമയത്താണ് നമ്മൾ പോയത് കേട്ടോ. ഒരുപാട് പേര് ചോറ് കൊടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക്, ചെറിയ കുട്ടികളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടായിരുന്നു. ചൂട് പറഞ്ഞാൽ നല്ല ചൂട്. അപ്പം എല്ലാവരും ഇങ്ങനെ വേർത്തൊലിക്കുക, അങ്ങനത്തെ ചൂടുള്ള ഒരു സമയമായിരുന്നു കേട്ടോ. അപ്പം ഇപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇവിടെയാണ് നമുക്ക് ചോറ് കൊടുക്കുന്ന സ്ഥലം കേട്ടോ. ചോറ് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഞാൻ പോയിട്ടുള്ളത് ഒരു അവധി ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുണ്ട്, കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെന്തായാലും ഒരു ടോക്കൺ എടുത്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയ ടോക്കൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 100 അടുത്താണ് നമുക്ക് ആ ഒരു ടോക്കൺ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് താമസം എന്തായാലും എടുക്കും നമുക്ക് ചോറ് കൊടുക്കാനായിട്ട്. സോ നമുക്ക് എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്യണം. അപ്പം ഇവിടെ നിൽക്കാം, കുറച്ച് നേരം നിൽക്കാം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ സുന്ദര കുട്ടപ്പൻ. ഇതാണ് എൻ്റെ കുഞ്ഞൂസ്, ചേച്ചീൻ്റെ മോനാണ് കുഞ്ഞൂസ്. ഇവൻ്റെ പേര് അദർവിഹ എന്നാണ് കേട്ടോ ശരിക്കും പേര്. അപ്പം ഇവനെ ചോറ് കൊടുക്കാനാണ് നമ്മളിന്ന് വന്നത്. നല്ല കരച്ചിലാണ്, കാരണം ഭയങ്കര ചൂടുണ്ട്. പിന്നെ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ ഒരുപാട് പേരെ പെട്ടെന്ന് കണ്ടപ്പോൾ കരയാണ്. ഇപ്പം അവൻ്റെ കരച്ചിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. അപ്പം ഇവനിപ്പോൾ ആദ്യമായിട്ടാണ് പുറത്തിറങ്ങുന്നത്. അപ്പം അവരൊക്കെ കണ്ടപ്പോൾ, ചെറിയ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ടപ്പോൾ അവന് ഇപ്പോൾ ചിരി കളിയൊക്കെയാണ് കേട്ടോ. അപ്പം ഇതാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയ കടല പ്രസാദമാണ്. അതുപോലെ ചായയും കിട്ടും കേട്ടോ. ഇത് നമുക്ക് അവിടെ നിന്ന് കിട്ടും, നേരത്തെ കാണിച്ചില്ല, അവിടെ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അവൻ ക്യാമറയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അവന് ക്യാമറ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അങ്ങനെ ക്യാമറയെ നോക്കി നിൽക്കുകയാണ്. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് ചായ കുടിച്ച് തരാം, കാരണം ഇവിടെ കുറച്ച് ടൈം എടുക്കുന്നതാണ് കേട്ടോ. കുറച്ച് ടൈം എടുക്കും. എന്നാലും നമുക്ക് ചായ കുടിക്കാൻ പോവുകയാണ്. ചായ കുടിക്കുന്ന കയറുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. മുത്തപ്പൻകാവിൽ ഫസ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് എല്ലാവരും പ്രസാദ വിതരണം എന്തായാലും കഴിക്കണം എന്തായാലും. അപ്പം ഇത് താഴത്തെ പറഞ്ഞാൽ ഗേൾസിൻ്റെ ഈ ഒരു, അതായത് വുമൻസിൻ്റെ ഒരു സ്ഥലമാണ് കേട്ടോ. വുമൻസാണ് ഇവിടെ താഴത്തെ ഫ്ലോറിൽ ഉണ്ടാവുക. അപ്പോൾ അവിടെ നമുക്ക് എന്തായാലും ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ നല്ല തിരക്കുണ്ട്. സോ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. വരും വേഗം തന്നെ മേലോട്ട് കയറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മളെന്തായാലും മേലോട്ട് കയറി. ഇവിടെയാണ് നമ്മളിതായിത്തോട്ടെ പ്രസാദം. ഇതാണ് ഈ പ്രസാദം വരുന്നത്. അപ്പം ഇത് കണ്ടില്ല, ഒരുപാട് പേരുണ്ട് ഇവിടെ. അപ്പം ഈ ഒരു ആണുങ്ങളൊക്കെ മോൾ ഭാഗത്താണ് കേട്ടോ. എല്ലാവരും മോൾ ഭാഗത്താണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മച്ച അവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 90+ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പം തന്നെ ചോറ് കൊടുക്കാൻ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അവിടെ പോവാണ്. അപ്പോൾ നമ്മളങ്ങോട്ട് നമ്മുടെ നമ്പർ വിളിക്കാനായിട്ടോ. അടുത്ത നമ്പർ നമ്മളാണ്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അവൻ ചെറുതായിട്ട് കരയുന്നുണ്ട് കേട്ടോ. കാരണം അവൻ ഈ സ്ഥലം, ഈ ഒരു ക്ലൈമറ്റൊക്കെ ആയതുകൊണ്ടായിരിക്കും. അപ്പം അങ്ങോട്ട് നമുക്ക് ചോറ് കൊടുക്കാൻ കൊണ്ടുപോകാൻ കേട്ടോ. അടുത്ത നമ്മളാണ്. അപ്പോൾ നമ്മൾ നമ്പറായി, നമ്മൾ ഉള്ളോട്ട് കയറാണ്.
ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെയാണ് ഇരിക്കുക കുട്ടികൾ. ഇതിനുള്ളൊരു നമ്പൂതിരി ഉണ്ടായിരിക്കും. നമുക്ക് കയറാൻ പറ്റില്ല. ആരാണ് ചോറ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ആദ്യം തന്നെ എന്താ വെച്ചാൽ വെള്ളം എടുത്തിട്ട് മുഖത്ത് ആക്കുകയാണ് വേണ്ടത്. പിന്നെ നമ്മൾ ചന്ദനക്കുറി തൊടാൻ പറയും. ചന്ദനക്കുറി തൊടുക. പിന്നെ നമ്മൾ ദക്ഷിണ വെക്കുക. പിന്നെ അടുത്തായിട്ടാണ് നമ്മൾ ചോറ് കൊടുക്കുക കേട്ടോ. അതായത് ചോറ് പറഞ്ഞാൽ പായസം പോലത്തെ ആ ഒരു ഇതാണ് കൊടുക്കാൻ കേട്ടോ. ഇങ്ങനെയാണ് ചോറ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ 3 പ്രാവശ്യമായിട്ടൊരു ചോറ് കൊടുക്കുകയാണ് വേണ്ടത്. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ പ്രസാദം നമുക്ക് തരുന്നതാണ് കേട്ടോ. ബാക്കിയുള്ള റിലേറ്റീവ്സ് ബാക്കി എല്ലാവർക്കും ഈ ഒരു പ്രസാദം കഴിക്കാനായിട്ട് നമുക്ക് തരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ചോറ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഉണ്ണിക്ക് ഞാൻ ചോറ് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മുത്തപ്പൻകാവിലെ ഈ ഒരു ചടങ്ങ് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. അപ്പം അറിയാത്തവർക്കൊക്കെ ഇന്നിപ്പം ഇത് കാണാൻ പറ്റിയിട്ടുണ്ടാവും. അറിയാത്തവർക്ക് ഇതൊരു പോകുമ്പോൾ നമുക്ക് ഉപകാരമായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.